അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം എന്ന് നിൻ്റെ മൊയ്തീൻ എന്നുള്ള സിനിമയിലെ യഥാർത്ഥ കഥാപാത്രം BP മൊയ്തീൻ എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം മാതൃഭൂമിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, എടോ നമുക്ക് രാജനെ പറ്റി സിനിമ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. രാജൻ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് 76 മാർച്ചിൽ നിന്നാണ് എൻ്റെ ഓർമ്മ. പോലീസ് സ്റ്റേഷനിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയാണ്. അദ്ദേഹം നക്സലറ്റ് ആയിരുന്നു അല്ലാന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും പത്രത്തിൽ നിന്നും വന്നിട്ടില്ല. അപ്പോൾ മൊയ്തീൻ എന്നോട് പറഞ്ഞു, നീ അതിൻ്റെ തിരക്കഥ എഴുതണം. അപ്പോൾ എനിക്ക് വലിയ കാര്യമായി. ആദ്യമായിട്ടൊരാൾ എന്നോട് തിരക്കഥ എഴുതാൻ പറയണം. അങ്ങനെ മൊയ്തീൻ എന്നെയും കൂട്ടിയിട്ട് മദിരാശിയിൽ പോയി. അപ്പോൾ അവിടെ വടവളനി കോടമക്കത്തിൻ്റെ ആ പരിസരമാണ്. അവിടെ അന്ന് കോഴിക്കോട്ടുകാരൻ ബേബിയേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ലിസ ബേബി എന്നറിയപ്പെടുന്ന ഒരു സംവിധായകനുണ്ട്. ആ സംവിധായകൻ്റെ അസിസ്റ്റൻ്റാണ് K. ബാലകൃഷ്ണൻ. ഈ ബേബിയും ബാലകൃഷ്ണനൊക്കെ ഇപ്പോൾ മരിച്ചുപോയി. ബാലകൃഷ്ണൻ നേരത്തെ ചെറിയ പരിചയമുണ്ട്. അങ്ങനെ ചെന്നു. അപ്പോൾ നിത്യ ഫിലിംസ് എന്നാണ് ഇതിന് പേരിട്ട്. മൊയ്തീൻ അതിൻ്റെ പ്രൊഡ്യൂസർ, സംവിധായകൻ ബേബി, തിരക്കഥാകൃത്ത് ഞാൻ. പിന്നെ അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ വിജയനാണ്. മലയാളിയാണ്, തിരൂർക്കാരൻ, ഇംഗ്ലീഷ് MA ഒക്കെ പാസ്സായാണ്, നന്നായിട്ട് വായിക്കും, നല്ലോണം അവതരമുള്ള ആളാണ്. അതേ അന്ന് തമിഴിൽ ചെറിയ നടനാണ്. പിന്നീട് അത് വലിയ നടനായി. കിഴക്കേ പോകും റെയിൽ എന്നുള്ളതിലൊക്കെ അഭിനയിച്ച് അവിടെ വിജയൻ ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ടായി. തമിഴിൽ വലിയ ഒരു സ്റ്റാറായി. പിന്നെ അവിടേക്ക് എത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ മദ്യപാനമൊക്കെ കൂടിയിട്ട് ആകെ നാശമായി. പിന്നെ സിനിമയിൽ നിന്നൊക്കെ പുറത്തായി. അദ്ദേഹം വളരെ കഷ്ടസ്ഥിതിയിലാണ് അദ്ദേഹം മരിച്ചുപോയത്. യാദൃശ്ചികമായിട്ട് അദ്ദേഹം മരിച്ച അന്ന് ഞാൻ മദിരാശിയിലുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണാനൊക്കെ പോയിരുന്നു. അപ്പോൾ അന്ന് ഈ സിനിമ, അപ്പോൾ ഞങ്ങൾ അന്ന് ബേബിയേട്ടൻ്റെ വീട്ടിലാണ് ചർച്ച. അപ്പോൾ വിജയനുണ്ട്, ബാലകൃഷ്ണനുണ്ട്, ഞാനുണ്ട്, മൊയ്തീനുണ്ട്. അപ്പോൾ അന്ന് വിജയൻ പറഞ്ഞു, നമുക്ക് ഇതിലൊക്കെ പുതിയ ആളുകളാണല്ലോ, തിരക്കഥാകൃത്ത് പുതിയ ആളാണ്. അപ്പോൾ അതിൽ രാജനായിട്ട് വരുന്ന ജഗൻ എന്ന് പറഞ്ഞൊരു പുതിയ നടനാണ്. അപ്പോൾ ഈ യഥാർത്ഥ ജീവിതത്തിലില്ലാത്ത ഒരു കഥാപാത്രത്തെ ഞാൻ സങ്കല്പിച്ചത്. വിജയൻ പറഞ്ഞു, അപ്പോൾ അതിലൊരു കഥാപാത്രത്തെ ഞാൻ സങ്കല്പിച്ചിരുന്നു, ഒരു നർത്തകി. അപ്പോൾ പാട്ടുകാരനാണ് ശരിക്കും യഥാർത്ഥ ജീവിതത്തിൽ രാജൻ. അപ്പോൾ അയാൾ സ്റ്റേജിൽ പ്രോഗ്രാമിന് പാടുന്നുണ്ട്, പിന്നെ ചില നാടകത്തിനൊക്കെ പിന്നണി പാടുന്നുണ്ട്. അപ്പോൾ അയാളോടുള്ള ആരാധന കൊണ്ട് അവളെ പ്രേമിക്കുന്ന ശാലിനി എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രത്തെ ഞാൻ സങ്കല്പിച്ചു. അത് രാജൻ്റെ ജീവിതത്തിലുള്ളതല്ല. അപ്പോൾ ആ ശാലിനിയായിട്ടൊരു പുതുമുഖത്തെ കൊണ്ടുവരണം എന്ന് വിജയൻ പറഞ്ഞു. അപ്പോൾ ബേബിയേട്ടനും ഞങ്ങളൊക്കെ ചോദിച്ചു, അങ്ങനെ ആരെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനൊരു പെൺകുട്ടിയുണ്ട്, അവളുടെ പേര് ശാന്തി എന്നാണ്. അവൾക്ക് ഏതോ ഒരു സിനിമയിൽ അവളുടെ ഒരു സ്ട്രീറ്റിലുള്ളൊരു ഡാൻസ് കാണിക്കുന്നുണ്ട്. അവളുടെ മുഖമൊന്നും അങ്ങനെ കാണുന്നില്ല. അവൾക്ക് ഇതിലൊരു റോള് നമ്മൾ കൊടുക്കണം. അപ്പം ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എന്നും അവൾ നന്നാവുന്നൊക്കെ വിജയം പറഞ്ഞു. അപ്പോൾ അവർ പൂക്കാരൻ തെരുവിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ പിറ്റേന്നവരോട് വരാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ശാന്തി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയും അവളുടെ അമ്മയും കൂടി വന്നു. അപ്പോൾ അവളുടെ കയ്യിൽ ഒരു ആൽബം ഉണ്ട്, അവളുടെ പല പോസ്റ്ററിലെ ചിത്രങ്ങൾ. അപ്പോൾ ബേബിയേട്ടൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ കണ്ടപ്പോൾ എൻ്റെ കാര്യം പറയാം, എനിക്കൊരു പുതുമയോ കൗതുകമൊന്നും തോന്നിയില്ല. അപ്പോൾ ഇവിടെ ഇടത്തെ ഭാഗത്ത് ഞാൻ ഓർക്കും, ചെവിക്കൊരു ചെറിയൊരു മടക്കലുണ്ടോയെന്ന് തോന്നുന്നു. പക്ഷേ ഈ കുട്ടിയുടെ ഫോട്ടോസ് കണ്ടപ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്, ചില പോസ്റ്ററിലെ ഫോട്ടോ ഒക്കെ. അങ്ങനെ ആ ബേബിയേട്ടനോട് പറഞ്ഞു,
കാരശ്ശേരിയുടെ മനസ്സിലുള്ള ശാലിനി ഇവളാണോ എന്ന് കാരശ്ശേരിയാണ് പറയേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ മൊയ്തീൻ്റെ എല്ലാവർക്കും വലിയ കൗതുകമായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എല്ലാവർക്കും അത് സമ്മതമായി. അപ്പോൾ വിജയനാണ് ആ കുട്ടിക്ക് സീമ എന്ന് പേരിടുന്നത്. സീമ എന്നാണ് വിജയൻ പറയുന്നൊരു പേരാ സീമ. അപ്പോൾ ഈ സിനിമയുടെ പേര് നിഴല് നീ സാക്ഷി എന്നാണ്. ഇതിൻ്റെ വാർത്തകളൊക്കെ വന്നു. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു ഫോട്ടോ, നല്ല ഇങ്ങനെ തലമുടി ഇങ്ങനെ കെട്ടുന്നൊരു ഫോട്ടോ. അപ്പോൾ ഞാൻ അന്ന് മാതൃഭൂമിയിൽ വീക്കെൻഡിൽ വാരാന്തഭൂമിയിൽ താരാപഥം എന്നൊരു കോളുണ്ട്. ആ കോളത്തിൽ കൊണ്ടുവന്ന് ആദ്യമായിട്ട് ആ പെൺകുട്ടിയുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്യുന്നത് മാതൃഭൂമിയാണ്. ഞാനാണ് അതിന് കാരണം. അപ്പോൾ അതിൽ കൊടുത്തത് നിത്യ ഫിലിംസിൻ്റെ നിഴല് നീ സാക്ഷി എന്ന സിനിമയിലെ പുതുമുഖം എന്നാണ്. പേര് കൊടുത്തിട്ടില്ല, കാരണം പേര് ഫൈനലൈസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ തിരക്കഥ എഴുതി തീർത്തു. അത് പല്ലാവരം എന്ന് പറഞ്ഞ സ്ഥലത്തിരുന്നാണ് എഴുതുന്നത്. അന്ന് മൊയ്തീൻ്റെ സ്നേഹിതയും ഞങ്ങളുടെ നാട്ടുകാരിയായിട്ട് സുലോചന എന്നൊരു സ്ത്രീണ്ട്. അവർ എയർ ഹോസ്റ്റസാണ്. അവരുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു ഹോട്ടലാണ് ഞാൻ താമസിക്കുന്നത്. മൊയ്തീൻ താമസിക്കുന്നത് അവരുടെ കൂടെയാണ്. അവിടെ അവരുടെ അമ്മയും പിന്നെ ഞങ്ങളുടെ നാട്ടിലെ അവരുടെ ഒരു പരിചാരികയായിട്ട് ആമിന അവരൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ എഴുതി തീർത്ത് പിന്നെ ഇതിൻ്റെ ഷൂട്ടിംഗ് ഞാൻ പോയില്ല. ഇത് ഷൂട്ടിംഗ് അത് നടന്നത് ഹൈദരാബാദിലാണ്. ആ മൊയ്തീൻ എന്തോ സൗകര്യം. അപ്പോൾ ഞാൻ എൻ്റെ പണി തീർത്ത് പോയി. പിന്നെ അവരെന്ത് ചെയ്തെടുത്തു, അപ്പോഴേക്ക് ഈ സീമയുടെ ഫോട്ടോസൊക്കെ വന്നിട്ട് അതിനൊരു ശ്രദ്ധ കിട്ടി. അങ്ങനെ പിന്നെ വരുന്ന ഒരു സിനിമ സീമ പെട്ടെന്ന് പിടിക്കുന്ന ഈ ഫോട്ടോ തന്നെ വലിയതായി നൃത്തം ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് നൃത്തം അറിയാം എന്നുള്ളത്. പിന്നെന്താ അടവുകൾ പറഞ്ഞിട്ട് ഒരു സിനിമ വന്നു. പിന്നെയാണ് അവളുടെ രാവുകൾ വരുന്നത്. അവളുടെ രാവുകളിൽ ഐ വി ശശി ഇവരെ നായികയാക്കുന്നതോടു കൂടിയാണ് ഇവർ വലിയൊരു നടിയായിത്തീരുന്നത്. പിന്നീട് പേരിലെ കഥ എല്ലാവർക്കും അറിയാം. ശശി അവരെ കല്യാണം കഴിച്ചു. അപ്പോൾ സീമ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയുടെ തിരക്കഥാകൃത്താൻ വേണ്ടിയാണ് ഞാൻ പിന്നെ മദിരാശി പോകുന്നത് എന്നുള്ളതാണ് ആ യാത്രയുടെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അന്ന് കോടമ്പക്കത്തൊക്കെ ഒരു വർത്താനം ഉണ്ടായത്, നിഴലേ നീ സാക്ഷി എന്നുള്ള സിനിമ വഴി 2 പേര് മലയാളത്തിൽ കടന്നു വരുന്നതാണ്. ഒന്ന് സീമ എന്നൊരു നടി, 2 എം.എൻ. കാരശ്ശേരി എന്നൊരു തിരക്കഥാകൃത്ത്. അങ്ങനെ ഒരു നടി ഉണ്ടായി, അങ്ങനെ ഒരു തിരക്കഥാകൃത്ത് ഉണ്ടായില്ല. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവും. എന്ന് വെച്ചാൽ അന്നും ആ സിനിമ വന്നു തന്നെയില്ല. ഈ സിനിമ വരാതെ തന്നെ ഇവരുടെ അഭിനയത്തെപ്പറ്റി ഇവരുടെ പോസ്റ്റുകളെ പറ്റിയൊക്കെ കേട്ടിട്ടാണ് അടവുകൾ 18 അവർ വരുന്നത്. പിന്നെ അവളുടെ രാവുകൾ വന്ന് കാണുക. പിന്നെ അവർ വളരെ കഴിവുകളുള്ള വലിയ നടിയാണ്. അവർ അങ്ങനെ അനേകം നായകന്മാരുടെ കൂടെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും നസീറിൻ്റെയും ഒക്കെ കൂടെ അഭിനയിച്ചു. അങ്ങനെ സോമൻ പലരാളും. ഞാൻ പിന്നെ എനിക്കിപ്പം അവിടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പിന്നെ ഒരു സിനിമാ ബന്ധത്തിൽ ഞാൻ പോകുന്നത്, ഇത് 77 ഈ സംഭവം. 78 എൻ്റെ ജ്യേഷ്ഠൻ സലാം കാരശ്ശേരി എന്ന് പറഞ്ഞാൽ എൻ്റെ ബാപ്പയുടെ ജ്യേഷ്ഠൻ്റെ മകനാണ്. എൻ്റെ ബാപ്പ NC മുഹമ്മദ് ഹാജി, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ NC കോയക്കുട്ടി ഹാജി. കോയക്കുട്ടി ഹാജിയുടെ 14 മക്കളിൽ ഒരാളാണ് സലാം കാരശ്ശേരി. അദ്ദേഹം 14-ാം രാവ് എന്നുള്ള സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ ഞാനാണ് അതെഴുതാൻ വേണ്ടി പോയി. അന്ന് പ്രധാനമായിട്ട് അവിടെ നിന്ന് എടുത്തൊരു പണി പാട്ടുകൾ എഴുതിക്കുക. അപ്പം അതിൽ കാനേഷ് പൂനൂർ ആദ്യമായിട്ട് പാട്ട് എഴുതിയത് നിഴലേനി സാക്ഷിക്ക് വേണ്ടിയാണ്. ആ സിനിമ വന്നില്ലല്ലോ. പിന്നെ അദ്ദേഹം ശരിക്കും രംഗത്ത് വരുന്നത് 14-ാം രാവിലെ ഒരു പാട്ടോട് കൂടിയാണ്. പനിനീര് പെയ്യുന്നു 14-ാം രാവിൽ പനിമതി. അതിൽ പിന്നെ PT അബ്ദുറഹിമാൻ ആ സിനിമയിൽ ആദ്യമായിട്ട് പാട്ടെഴുതി. പിന്നെ നേരത്തെ സലാമിൻ്റെ ചുഴിയിൽ പാട്ടെഴുതി രംഗത്ത് വന്ന ആളാണ് പൂച്ചൽ ഖാദർ, അദ്ദേഹവും അതിൽ പാട്ടെഴുതി. അതിൻ്റെ സംഗീത സംവിധാനം രാഘവ മാഷായിരുന്നു. അതിൽ പിന്നെ ജയചന്ദ്രൻ പാടി. ആദ്യമായിട്ട് വിളയിൽ വത്സല ആ സിനിമയിൽ പാടി. പിന്നെ മൂസ എരഞ്ഞോളി ആ സിനിമയിൽ പാടി. അവരൊക്കെ ആദ്യമായിട്ട് സിനിമയിൽ കയറുന്നത് 14-ാം രാവോട് കൂടിയാണ്. അതിൻ്റെ സംവിധാനം ശ്രീനിയായിരുന്നു. ശ്രീനി അതിന് മുമ്പോ പിമ്പോ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടില്ല. അതിൽ അഭിനയിച്ചത്
പ്രധാന റോൾ അഭിനയിച്ചത് രവിമേനനാണ്. ഊർമിളയായിരുന്നു അതിലെ നായിക. അതിലെ ഒരു സുലൈമാൻ ഹാജിയായിട്ട് സലാം കാരശ്ശേരി അഭിനയിച്ചു. ആ സിനിമ 1979 വന്നു. സിനിമ അങ്ങനെ വിജയിച്ചില്ല. അതിൽ ഏറ്റവും നന്നായിരുന്ന പാട്ടാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ തിരക്കഥയും നന്നായില്ല, ശ്രീനയുടെ സംവിധാനവും നന്നായില്ല എന്ന്. പിന്നെ അതിലിപ്പോൾ നല്ല തിരക്കഥ അല്ലെങ്കിൽ പിന്നെ അഭിനയിച്ച് ഫലിപ്പിക്കുന്നതിനൊക്കെ ഒരു കണക്കിട്ട് പിന്നെ അഭിനയമൊക്കെ സാധാരണ ഒരു ആവറേജ് ആയിരുന്നില്ല. പക്ഷെ പാട്ടുകൾ അതിൽ ഇപ്പോൾ കെ രാഘവ മാസ്റ്റർ സംഗീതം ചെറിയ കാര്യമല്ലല്ലോ. 40 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ ആ തിരക്കഥ 14 എന്നുള്ള പേരിൽ തന്നെ കോഴിക്കോട്ടെ ലിബി പബ്ലിക്കേഷൻസ് പുസ്തകമായിട്ട് അടിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ആ ഒരു സിനിമാ ബന്ധം എൻ്റേത് ഒരു നിലയ്ക്ക് അവിടെ തീർന്നു എന്ന് പറയാം.